നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ പുതിയ കോച്ച് അൽവാരോ ആർബിലോയുടെ കീഴിൽ അവർ ഇന്ന് ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അവർ അൽബാസെറ്റയ്ക്കെതിരെ കളിക്കും. ഏതായാലും ആ കളിക്ക് മുന്നോടിയായിട്ട് ഇതിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. റയൽ മാഡ്രിഡിന്റെ അക്കാഡമി ലോകത്തെ ഏറ്റവും മികച്ച അക്കാദമിയാണ്. അദ്ദേഹം റയൽ അക്കാദമിയിലൊക്കെ കോച്ചായിരുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ലാ ഫെബ്രീസിയ റയലിൻ്റെ അക്കാദമി ലോകത്തെ ഏറ്റവും മികച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ലോകത്തെ ഏറ്റവും മികച്ച അക്കാദമി ഏതാണെന്ന് ചോദിച്ചാൽ ലാമാസിയുടെ പേരും അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളുടെ അക്കാദമികളുടെ പേര് പറയുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതാ ആർബിലോയ്ക്ക് സംശയമൊന്നുമില്ല. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമി അത് റയൽ മാഡ്രിഡിൻ്റെ അക്കാഡമിയാണ്. അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് ഹാവ് ദി ബെസ്റ്റ് അക്കാഡമി ഇൻ ദി വേൾഡ്. അപ്പോൾ റയൽ മാഡ്രിഡ് അക്കാഡമി പ്ലെയേഴ്സ് നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് കാണാം. ലോകത്ത് പലയിടത്തും എല്ലായിടത്തും റയൽ മാഡ്രിഡ് താരങ്ങൾ അക്കാഡമി താരങ്ങൾ കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അക്കാഡമി താരങ്ങൾക്ക് അറിയാം അവർക്ക് ബിഗ് ചാൻസ് ആണ് ലഭിക്കുന്നത്. ഞാനിവിടെ കോച്ചായി വരുമ്പോൾ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും, അവർക്ക് ബിഗ് ചാൻസസ് ഉണ്ട് എന്നവർക്ക് മനസ്സിലാകും. ഏതാണിപ്പോൾ അൽവാരോ ആർബിലോയെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇവിടെ എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ആർബിലോയുടെ കാര്യത്തിൽ എത്ര കാലത്തേക്കാണ് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് ബിയോണ്ട് ദിസ് സീസൺ വേണമെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം, അങ്ങനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായത് ഈ സീസണിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ അടുത്ത സീസണിലും കോച്ചായി തുടരും എന്നാണ്. അപ്പം ഈ സീസണിൻ്റെ ബാക്കി ഭാഗത്തെ പ്രകടനം എങ്ങനെ ഉണ്ടാകും അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നിലനിൽപ്പ് എന്നർത്ഥം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി എത്ര കാലത്തേക്കാണ് ഈ ഒരു സൈനിങ്, ഇത് പെർമനൻ്റ് ആണോ അതല്ല കെയർ ടേക്കർ മാനേജർ ഇൻട്രീം ആയിട്ടുള്ള സൈനിങ് ആണോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ 10-20 കൊല്ലക്കാലമായിട്ട് കോച്ചായിട്ട് ഞാനിവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ വീടാണ്, ഞാനിവിടെ തുടരുമെന്നാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.